ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട്, ഇന്നൊരു ഹാപ്പി സൺഡേ ആയതുകൊണ്ട് നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് കേട്ടോ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം നമ്മുടെ വ്ളോഗിലേക്ക് പോകാം കേട്ടോ. ഞായറാഴ്ച ഇതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു 7:30 സമയത്താണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും നമ്മളങ്ങനെ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളെല്ലാം നമ്മൾ 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെല്ലാവരും എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ 7:30 ആയപ്പോഴത്തേനും എഴുന്നേറ്റു. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാം ആ സമയത്ത് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ, അതുകൊണ്ട് ചായ കുടിക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് പിന്നെ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയാണ്. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ കാപ്പി വെച്ച്. അപ്പോൾ കാപ്പിക്കുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ നമുക്കെല്ലാവർക്കും ഉള്ളത്. അങ്ങനെ വെള്ളം വെച്ചു, വെള്ളം തിളച്ചു. പിന്നെ കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്കിന്ന് രാവിലെ കാപ്പിയാക്കാം. കാപ്പിയാകുമ്പോൾ നല്ല മധുരത്തിൽ തന്നെ കുടിക്കണം, അല്ലെങ്കിൽ കഴിക്കുമല്ലോ. ചായ ആകുമ്പോൾ ആ പ്രശ്നം വരില്ല. ഇപ്പം ഒത്തിരി മധുരമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വണ്ണവും കൂടും. ജിമ്മിലൊക്കെ പോകുന്നുണ്ടേ മധുരമൊക്കെ കൂടുതൽ ഒഴിവാക്കുന്നതാണ്. അപ്പം അത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജിമ്മില്ല. കല്യാണം ഇഷ്ടപ്പെട്ട ചിങ്കിടിമാനി പിടിക്കാനാണോ? പിടിക്കാനാണോ? ഒരു ഉമ്മ എടുത്ത മീന് കല്ലൂന്. കല്ലു കടിക്കല്ലേ? കോഴിക്ക് കേട്ടിട്ട് കടിക്കില്ലേ? ഒരു ഉമ്മോടെ കൊടുത്തേ കല്ലൂന്. മീനു കല്ലിന് ഉമ്മ കൊടുക്ക്. വാവ കുഞ്ഞുട്ടി, ടാറ്റാ കുഞ്ഞുട്ടി, കുഞ്ഞുമാവേ ടാറ്റാ, ബൈ ബൈ, സീ യു. പൂച്ച 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 പോടി, ഒന്ന് പോടി. ബൈഡാ. ലക്കിയുടെ കണ്ണ് നടക്കും. സൺഡേ മാത്രമാണ് കേട്ടോ കല്ലൂട്ടി ഇവരെയൊക്കെ കാണാറ്. ഇവരെയൊക്കെ അടുത്ത് പോകാറ്, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ ഒന്നും അടുത്ത് കൊണ്ടുപോകാറില്ല. ഏട്ടൻ വരുമ്പോൾ മാത്രമേ ഞായറാഴ്ച ഇവളെയും ഈ മീനുവിൻ്റെയൊക്കെ അടുത്ത് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് നമ്മൾ ഹാളിലേക്ക് വന്നിട്ടോ. ഹാളിൽ വന്നു. ഏട്ടനുള്ള കാപ്പിയും ബ്രെഡും കൊണ്ടു കൊടുത്തു. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട ബ്രെഡാണ് കേട്ടോ ഇത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് അത് കൊടുത്തു. കല്ലുമ്മ പാലൊക്കെ കുടിച്ചതാണ്. അപ്പം നമുക്കൊന്ന് അമ്പലത്തിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്തതാണ് പോകണമെന്ന്. മഴയില്ലെങ്കിൽ രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 3 പേരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനും വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിവിടെ മാന്നാത്ത് അമ്പലത്തിലേ പോവുള്ളായിരുന്നു. അപ്പം കൂട്ടുകാരൻ വരുന്നുണ്ടാണ് കേട്ടോ നമ്മൾ കണ്ടിയൂർ പോകുന്നത്. അപ്പോൾ നമ്മളിതുവരെ പോയിട്ടുമില്ല. അപ്പോൾ കല്ലൂട്ടിക്ക് ഭയങ്കര ഹാപ്പിയാണ്. യാത്ര പോകണമെന്ന് അവൾക്ക് മനസ്സിലായി കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അവർക്ക് അതിൻ്റെ സന്തോഷം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 4 പേരുണ്ടേ. അങ്ങനെ നമ്മൾ 4 പേരും കൂടി അമ്പലത്തിൽ, ഞാനിവിടെ ഇതിന് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു 5-6 വർഷം മേലെയായി. ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാനാണ്, പൂജകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിനകത്ത് കയറുമ്പം ഇത്രയും വലിയ അമ്പലങ്ങളിലൊന്നും ക്യാമറയൊന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളിന്ന് നടയ്ക്ക ഉള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഇതിൻ്റെ പുറഭാഗം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ. നല്ല അറ്റ്മോസ്ഫിയറുമാണ്. എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെ, പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ.
അപ്പോൾ അതാ നമ്മൾ ഒരു കൂവളത്തുമാലയൊക്കെ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കല്ലൂട്ടീൻ്റെ പേരിൽ നമ്മൾ അർച്ചനയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഞാനൊരു മുല്ലപ്പൂ മേടിച്ചത് തലയിലും വെച്ചു. കല്ലൂട്ടിക്ക് മേടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് ആ സൈഡിൽ മുടിയില്ലാഞ്ഞത് കൊണ്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചു. പിന്നെ കോളത്തുമാലയൊക്കെ മേടിച്ച് നമ്മൾ നടക്കകം തൊഴുത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ പ്രസാദമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൻ. അപ്പം എന്താ വിളിച്ചിട്ട് നേരെ വരുന്നു, പിന്നെ കരഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അപ്പോൾ കല്ലൂട്ടിൻ്റെതായ വിടുത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം നമ്മളുള്ളിൽ തൊഴുതൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം അകത്ത് കയറുമ്പം വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ ഇന്ന് ഇത്രയും സമയമായി, ഇതൊരു 11 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെജിറ്റേറിയൻ ആണല്ലോ കഴിക്കാറ്. അപ്പോൾ നമ്മളൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അങ്ങനെ ഒരു പ്ലാനിലാണേ പോകുന്നത്. അപ്പം നമ്മൾ മാവേലിക്കര വെങ്കടേശ്വര ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെന്നിട്ട് കുറേ പണികളുണ്ട്. അപ്പോൾ അതാ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് അമ്മയ്ക്കും അച്ഛനൊക്കെ കുറച്ച് ഉഴുന്നുവടയൊക്കെ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ ഈ വെജിറ്റേറിയൻ ഹോട്ടലിലെ ഉഴുന്നുവടയ്ക്കൊക്കെ. അങ്ങനെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് അമ്മ മീൻകറി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഞാൻ പിന്നെ കോവയ്ക്കൊക്കെ അത് ഞാൻ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് മെഴുക്കുവരട്ടി വെക്കുന്നതിനേക്കാളും കൂടുതൽ പറയുന്നത് ഉപ്പേരി വെക്കുന്നതാണല്ലോ കൂടുതലും സ്ഥലങ്ങളിൽ പറയാറ്. എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇവിടെ മെഴുക്കുവരട്ടി വെക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉപ്പേരി പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അമ്മ കുറച്ച് ജോലിയിലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കല്ലൂട്ടി ഉറക്കമായിരുന്നു കേട്ടോ. അവൾ ഇപ്പോഴാണ് കേട്ടോ ഉറങ്ങിയത്. അമ്പലത്തിൽ വെച്ചൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞ് ഉറങ്ങി. ആ സമയത്ത് ഞങ്ങൾ ജോലിയൊക്കെ തീർക്കാണ്ട്. അപ്പം മീൻകറിയായി. പിന്നെ നമ്മൾക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പാവയ്ക്ക മെഴുക്ക് പുരട്ടി ആദ്യം വെക്കുന്നത്. അയല മുളക് കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അയലക്കറി സെറ്റായിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്കും പാവയ്ക്കും കൂടെ കൊച്ചുള്ളി ചതച്ചതും കാന്താരി ചതച്ചതും കൂടെ ആണ് ചേർക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടല്ലോ, കണ്ണിമാങ്ങ ഉപ്പിലിട്ടത്, അത് മാങ്ങാക്കറി വെച്ചിട്ടാണ് കല്ലൂട്ടിക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നത്. അപ്പം കല്ലൂരിന് വേണ്ടിയിട്ട് അതും പിന്നെ മീൻ വറക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനും ഒന്ന് വറുത്തെടുക്കണം. കിരിയാനാണ് കേട്ടോ വറക്കുന്നത്. അപ്പോൾ നമ്മുടെ പാചകമൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാ കല്ലൂട്ടി ഉടന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ കല്ലൂരിന് ഒരു ഉടുപ്പ് തയ്ക്കാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചീൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങടേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടന്ന് പോവാം കേട്ടോ ഞങ്ങൾ. എന്താ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് അതാ നല്ല കരിയിലൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. കാറ്റടി കൊണ്ട് മഴയ്ക്ക് സാധ്യതയും വരുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ഏട്ടനും കൂടെ ഒന്നിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അമ്മയും അച്ഛനും കഴിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ വരെ തല പൊട്ടിയെന്ന് കല്ലു അടിച്ച്. മുറിഞ്ഞോ? പാവം അപ്പൂപ്പ പാവം കല്ല് തലയടിച്ച് പൊട്ടിച്ചു. അയ്യോ പാവം, വേണ്ട പിന്നെ അടിക്കുന്നു. ഉമ്പ ഒരു ഉമ്മയും കൂടെ കൊടുത്തേ, ഒരു ഉമ്മയും കൂടെ കൊടുക്കേ. ഉമ്പ ഉമ്പ. അടി കൊള്ളും കേട്ടോ. മുറിഞ്ഞോ? അപ്പം ഇനി നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പം അനിയത്തിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. പിന്നെ ഞങ്ങൾക്കൊരു വെഡ്ഡിങ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതേ കല്ലോട്ടിക്ക് മേടിച്ച പുതിയ ക്യാപ്പാണ് കേട്ടോ. അത് അവൾ തലയൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അവൾ അതെടുത്ത് കളയുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട് അവളത് വെച്ചപ്പോൾ അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ 3 റെഡിയായിട്ട് നല്ല മഴയും കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട്.
എന്തായാലും പോകാൻ പ്ലാൻ ഇട്ടതല്ലേ, പിന്നെ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോയി ഒരു സമ്മതം കേട്ടോ. അപ്പോൾ നമ്മളിതാ ട്രെൻഡ്സിലാണ് വന്നിട്ടുള്ളത്, പരുമലയിലാണ് നമ്മൾ വന്നത്, മാന്നാർ പരുമല ട്രെൻഡ്സിലാണ് വന്നിട്ടുള്ളത്. കുറച്ചധികം നോക്കി, എനിക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടതിനൊക്കെ 3000 റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സിംഗിൾ ടോപ്പായിട്ട് എടുക്കാനായിരുന്നു കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റേ ചുരിദാർ പോലത്തെ ടൈപ്പായിരുന്നു ഈ 3000 അതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഒരെണ്ണേ വാങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഇനി വേറൊരു കടയിലൂടെയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ശരിക്കും തിരുവല്ല നമ്മൾ മാക്സിലോട്ട് പോകാമെന്നുണ്ടോ വിചാരിച്ചത്, മഴ കാരണമുണ്ടോ നമ്മൾ ട്രെൻഡ്സിലേക്ക് കയറിയത്. മഴയ്ക്ക് മുമ്പ് എന്തായാലും കലുവിനെ കൊണ്ട് തിരുവല്ല വരെ എത്താൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ കയറിയത്. അപ്പം വേറൊരു കടയിലൂടെ ഒക്കെ കയറി ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കല്ലുവിൻ്റെ വഴക്ക് കാരണം ഇടയ്ക്കൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ജനലിൻ്റെ മണ്ടയിൽ കൂടെ വലിഞ്ഞു കയറുന്നു കല്ല്, ഞാൻ ഹാളിലിരിക്കാം കേട്ടോ. അമ്മ ഫോണിലാണ് ഞാൻ മേടിച്ച ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് അമ്മയെ കാണിച്ചു. ഇതാണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. പിന്നെ അവരച്ഛനും മോളും കളിയായി, ഇനിയിവൻ ചായ ഇടണം, ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയി ചായ ഇടണം. ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇനി ചായ ഇടണം. 4 മണി കഴിഞ്ഞു. ചായക്ക് പാല് വെച്ചു, കാപ്പി അച്ഛനാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ചായ, അച്ഛന് കാപ്പി. അച്ഛൻ ചായ കുടിക്കാറില്ല. കല്ലുവിനെ കൊണ്ടുവന്നിട്ട് ഏട്ടൻ ഡ്രസ്സ് മാറാനായിട്ട് പോയി കേട്ടോ. പിന്നെ എനിക്ക് പേടിയാണ് ഇവളെ കൊണ്ട് ഈ ഗ്യാസിൻ്റെ നിൽക്കാൻ, കാരണം പെട്ടെന്നെങ്ങാനും ഇവൾ ആ പാത്രത്തിൻ്റെ പിടിയെല്ലാം കാണാൻ കയറി തട്ടുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസും പാട്ടൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. ഇനിയും നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാം. നമ്മൾ ചായ കുടിക്കാം കേട്ടോ. അതേ അമ്മയ്ക്ക് നടുവേദന ആയിട്ടാണ് കേട്ടോ. അമ്മതായി കുഞ്ഞാതെ കല്ലുവിൻ്റെ പാലുപ്പി എടുക്കാൻ നോക്കുന്നത്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ അവസ്ഥ ഇതായി. ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാനായിട്ട്. കല്ലു ആ സീക്കിനെയാണ് കേട്ടോ അവിടെ എല്ലാം പൊടിച്ചിട്ടേക്കുന്നത് കാണുന്നത്. പലമരയുടെ താക്കോൽ എടുത്തിട്ട് വന്നിട്ട് അതിട്ട് കളിയാണ് കേട്ടോ. എന്തായാലും വൈകുന്നേരം ആയില്ലോ, അപ്പോൾ ഒന്നുകൂടി നമ്മളൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കടന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ല, മഴ ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും കയറി കിടന്നത്. ഈ രാത്രിത്തേക്ക് നമുക്ക് ഫുഡിനുള്ളത് റെഡിയാക്കണം. രാത്രിയിലത്തേക്ക് ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയും കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നു. ഗോബി മഞ്ചൂരിക്കുള്ളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കോളിഫ്ലവർ എല്ലാം റെഡിയാക്കി ഗോബി മഞ്ചൂരി വെച്ചു. ഇനി ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചപ്പാത്തിയാണ് രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ ഏട്ടനൊരാഗ്രഹം പറഞ്ഞു, ഏട്ടന് ഗോബി മഞ്ചൂരി കറിയും ചപ്പാത്തിയും വേണമെന്ന്. അങ്ങനെ എന്തായാലും അതൊന്ന് സെറ്റാക്കി നമ്മൾ രാത്രിത്തെ ഡിന്നറ് ഗോബി മഞ്ചൂരിയും ചപ്പാത്തിയാണ് കേട്ടോ. ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ളതല്ലാതെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ കല്ലൂൻ്റെ 28-ന് നമ്മൾക്ക് വീട്ടിൽ ഗോബി മഞ്ചൂരി, അത് നമ്മുടെ വീട്ടിലായിരുന്നു ഫുഡെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ അന്നേരം ഗോബി മഞ്ചൂരി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഞാനോ അമ്മയോ അങ്ങനെ ആരും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വേണ്ട. ഇതാണ് നമ്മുടെ കറി വെച്ചത്. ക്യാപ്സിക്കം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ വെക്കാനായിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ക്യാപ്സിക്കം ഇഷ്ടമല്ലാത്തവർ ഇടില്ലല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഇടാം. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഗോബി മഞ്ചൂരിയും ചപ്പാത്തിയാണ് കേട്ടോ ഏറ്റവും കോമ്പിനേഷൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഈ കൂടുതലും തമിഴ്നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുണ്ട് ഈ റെസ്റ്റോറൻറ്റിലും. അതേ രീതി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റും. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പാത്രങ്ങളെല്ലാം കഴുകി കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതാ ഗ്യാസ് അടുപ്പ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കിച്ചണായിട്ടാണ് കേട്ടോ, ഒന്ന് ഇതും പിന്നെ ഒന്ന് അപ്പുറത്തതും കേട്ടോ. ഇവിടെ നമ്മുടെ അടുപ്പ് വേറെ ഇട്ട് കത്തിക്കുന്ന അടുപ്പ്, അപ്പുറത്ത് മറ്റേ ഗ്യാസൊക്കെ വെച്ചിരിക്കുന്നത്, അങ്ങനെ 2 അടുക്കളയാണ് നമുക്കുള്ളത്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം. ഞാൻ ഇനി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ഉറങ്ങുകയുള്ളൂ.
അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു, സൺഡേ വ്ളോഗ്. അപ്പോൾ നമ്മുടെ സൺഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. സൺഡേ ഫുള്ള് ബിസി കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനി ഒന്ന് ഫ്രഷ് ആവും, പിന്നെ കിടക്കണം, ഉറങ്ങണം, അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ആരാധ്യ വ്ളോഗ്സ് എന്ന ചാനൽ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു.